ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ട്രാവൽ സീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റലിയിൽ വന്നപ്പോൾ ഒരു മെയിൻ ലക്ഷ്യമായിരുന്നു നമുക്ക് റോമിൽ വത്തിക്കാനിലൊന്ന് പോകണം എന്നുള്ളത്. പക്ഷേ പലവിധ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ട്രിപ്പ് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം പ്ലാൻ ചെയ്ത് വലിയ പ്രിപ്പറേഷൻസ് എല്ലാം ഇല്ലാതെ നമ്മൾ പോയ ട്രിപ്പായിരുന്നു കേട്ടോ റോം ട്രിപ്പ് എന്ന് പറയുന്നത്. റോമ ടെർമിനിൽ നിന്ന് നമുക്ക് മെട്രോയും ബസ്സും എടുത്തിട്ട് വേണമായിരുന്നു കേട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്ത ആ ഒരു പ്ലേസിലോട്ട് എത്തിപ്പെടാനായിട്ട്. ഇവിടെ നിന്ന് കോർണിയിൽ എന്ന് കാണുന്ന ആ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ നമ്മൾ ബസ് എടുത്ത് പിന്നെ നമ്മുടെ ബുക്കിംഗ് പ്ലേസിലോട്ട് നമ്മൾ എത്തി കേട്ടോ. നമ്മൾ രാത്രി ഒരു 9 മണിയോട് കൂടിയാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. ഇപ്പോൾ നല്ല ഇരുട്ടാണ്. പിന്നെ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കുന്ന്. ആ കുന്നിൻ്റെ അകത്ത് ഫുൾ ചെറിയ ചെറിയ കോട്ടേജസ്. ഇപ്പോൾ നമുക്ക് പോകാനായിട്ട് നമുക്കിവിടെ ഈ ഗോൾഫ് കാർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് അതൊക്കെ യൂസ് ചെയ്യാം. നാളെ നേരത്തെ തന്നെ എണീക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം കീ ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ കോട്ടേജിലൊക്കെ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ. പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞങ്ങൾ വേഗം റെഡിയായി പാപ്പയെ കാണാനായിട്ട് പുറപ്പെട്ടു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വത്തിക്കാൻ്റെ സൈഡിൽ ഈ പാപ്പൽ ഓഡിയൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വലിയൊരു ക്യൂ ആണ്. ഈ ക്യൂവിലാണ് ഞങ്ങളും ഉണ്ടായിരുന്നത്. ഇതുവരെ അവർ ചെക്ക് ഇൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത്ര വലിയ ക്യൂ കാണുന്നത്. ഞങ്ങൾ നിന്ന് കുറച്ച് നേരം ക്യൂ നിന്നതിന് ശേഷം അവിടെ ചെക്കിനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇന്ന് ചെറിയൊരു മഴയുള്ള ദിവസമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നുമ്പോൾ ചെക്കിനിൽ നമ്മുടെ ഈ കുടയും അതുപോലെ തന്നെ നമ്മൾ വല്ല ഫ്ലാസ്കോ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരിവിടെ വാങ്ങി വെക്കുമായിരുന്നു കേട്ടോ. നമുക്കത് അറിയില്ലായിരുന്നു. അറിയുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഫ്ലാസ്കും കുടയൊക്കെ അവിടെ വാങ്ങി വെച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ പാപ്പൽ ഓഡിയൻസിൻ്റെ ആ ഒരു പ്ലേസിലോട്ട് എത്തി കേട്ടോ. ഇവിടെ കുറേ കസേരകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ട് പാപ്പേനെയൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ശരിക്കും നേരിട്ട് സ്വന്തം കണ്ണുകൊണ്ടൊക്കെ കാണാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതാണ്. ഇവിടെ നന്നായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ പല സ്ഥലത്തു നിന്നും പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പലരും അവരുടെ ഫ്ലാഗൊക്കെ കൊണ്ടാണ് വന്നിരുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ക്രിസ്മസിൻ്റെയും അതേപോലെ തന്നെ ജൂബിലി വർഷം ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കും നമുക്കിവിടെ നന്നായിട്ട് അനുഭവപ്പെട്ടിരുന്നു കേട്ടോ. ഞങ്ങൾക്കിവിടെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഈ ഒരു പിങ്ക് സെപ്പറേഷൻ കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പാപ്പ വണ്ടിയിൽ പോവുക. അപ്പോൾ ഈ വഴി കൂടെ പോകുന്ന നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എത്തുമെന്നൊരു പ്രതീക്ഷയോട് കൂടി ഞങ്ങളിവിടെ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തു കേട്ടോ. മാക്സിമം അടുത്ത് കാണത്തക്ക രീതിയിലുള്ളൊരു പ്ലേസാണ് ഞങ്ങൾ പിടിച്ചത്. ആ ഒരു പിങ്ക് സെപ്പറേഷൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പ്ലേസാണ് ഞങ്ങൾ പിടിച്ചത്. ആ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പാപ്പേനെ നേരിട്ട് അടുത്ത് കാണാമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാപ്പ പാപ്പ വണ്ടിയിൽ ആൾക്കാരെ കാണാനായിട്ട് തുടങ്ങി. കുട്ടികളൊക്കെ ബ്ലെസ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റിൽ കൂടെയാണ് പാപ്പ പോകുന്നത്. പിന്നെ നമ്മുടെ തൊട്ട് ബാക്കിൽ കൂടെ ഇപ്പോൾ പോകുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. പാപ്പ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് പാപ്പയുടെ അടുത്ത് വരുന്ന കുട്ടികളെല്ലാം പാപ്പ ബ്ലെസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് കാലത്ത് ഭയങ്കര മഴയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പാപ്പയുടെ ആ ഒരു പാപ്പൽ ഓഡിയൻസിൻ്റെ ടൈം ആയപ്പോഴത്തേനും മഴയും കാര്യങ്ങളൊക്കെ നിന്നിരുന്നു. അത് ശരിക്കും വലിയൊരു അനുഗ്രഹമായി. ശരിക്കും നല്ല വെയിലൊക്കെ വന്നു. അതുകൊണ്ട് ഈ പാപ്പൽ ഓഡിയൻസ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പാപ്പനെ കാണാനും കാര്യങ്ങളൊക്കെ പറ്റി. പാപ്പ ആ ഒരു ബാക്കിൽ കൂടെ പോയി വീണ്ടും റൗണ്ട് അടിച്ച് ഞങ്ങളുടെ തൊട്ടടുത്ത് കൂടെ പോയിട്ടോ. ശരിക്കും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ഇത്രയും നമ്മൾ ആരാധിക്കുകയും നമ്മൾ ഇത്രയും ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ തൊട്ടടുത്ത് കൂടെ പോകുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ടി വിയിലും ഫോട്ടോയിലും ഫോണിലൊക്കെ കണ്ടിരുന്ന പാപ്പേനെ ഞങ്ങൾ നേരിട്ട് കണ്ടു. ഭയങ്കര സന്തോഷമായി ശരിക്കും. നമ്മളീ കാണുന്ന ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവിടെ വത്തിക്കാനിലുണ്ടായിരുന്ന ആ ട്രീ ആട്ടോ തൊട്ട് ബാക്കിൽ കാണുന്നത്. വലിയ ഒരു ട്രീ ആണ്, നല്ല വലിപ്പമുള്ള ട്രീ ആണ്. കണ്ടോ, പാപ്പയുടെ അടുത്ത് വരുന്ന എല്ലാ കുട്ടികളെയും ബ്ലെസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ബ്ലെസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ ഉയർത്തിപ്പിടിച്ചാൽ മതി. അപ്പോൾ ഈ പാപ്പയുടെ ഈ വണ്ടിയുടെ ചുറ്റും നടക്കുന്ന അംഗരക്ഷരുണ്ടല്ലോ, അവർ കുട്ടികളെ എടുത്തിട്ട് പാപ്പയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ മാക്സിമം ഈ കുട്ടികളൊക്കെ ആളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. പാപ്പ അവരെയൊക്കെ ബ്ലെസ് ചെയ്തിട്ട് വീണ്ടും അവരുടെ പാരൻസിന് അവർക്ക് കൈമാറും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് കൂടെ പോയപ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷം. നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം പാപ്പ ഈ ജനങ്ങളുടെ ഇടയിൽ കൂടെ എവിടെ കൂടെ ഒക്കെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ പാപ്പനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുത്തെ വിശുദ്ധ വാതിലിൽ കൂടെ ഈ ബസിലിക്കയുടെ അകത്തേക്ക് കിടക്കാനായിട്ടുള്ള ക്യൂവിലോട്ട് എത്തി കേട്ടോ. അത് നമ്മുടെ ജൂബിലി വർഷത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ വാതിൽ തുറക്കുക. എല്ലാ 25 വർഷം കൂടുമ്പോഴാണ് നമുക്ക് ഈ വിശുദ്ധ വാതിൽ തുറക്കുക. ആ വിശുദ്ധ വാതിലിൽ കൂടെ അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടും എന്നൊരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഒരു പോപ്പ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോപ്പിനെ മിക്കവാറും അടക്കം ചെയ്യുന്നത് നമ്മുടെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പള്ളിയുടെ അകത്ത് നമ്മൾ കുറേ കല്ലറകൾ കണ്ടു, കുറേ പോപ്പുമാരുടെ കല്ലറകൾ കണ്ടു.
പിന്നെ ഈ ബസിലിക്കനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബസിലിക്ക ഫുൾ കൊത്തുപണികളാൽ നിറഞ്ഞ ഒരു പള്ളിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല മനോഹരമായിട്ടുള്ള ശില്പങ്ങളും ആ കൊത്തുപണികളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ എനിക്കും അറിഞ്ഞുകൂടാ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ബസിലിക്കയാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രൗഢിയും മനോഹാരിതയും ഈ ഒരു ബസിലിക്കയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നത് അവിടെ ഹോളി മാസ് നടക്കുമ്പോൾ ഉള്ള ഓഡിയൻസിന് ഇരിക്കാനായിട്ടുള്ള ചെയേഴ്സാണ്. അത് റിസർവ്ഡായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും നമുക്ക് എൻട്രൻസ് ഇല്ല. നമുക്ക് ഈ പള്ളിയുടെ ചുറ്റും, ഈ ബസിലിക്കയുടെ ഉള്ളിൽ ചുറ്റും നമുക്ക് റിസർവ്ഡ് അല്ലാത്ത ഏരിയസിലോട്ട് മാത്രം നമുക്ക് നടന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി വരാം എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറേ പോപ്പുകളുടെ കല്ലറയിൽ കണ്ടു, അവിടെയൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പ്ലേസാണ്. നമ്മുടെ പത്രോസിൻ്റെ സിംഹാസനം എന്ന് പറയുന്നതാണിത്. അത് തോൺ ഓഫ് സെൻറ്റ് പീറ്റർ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റർ, ക്രിസ്മസ് എന്ന് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മുടെ മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കുന്നത് ഈ സിംഹാസനത്തിലാണ്. നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഭാഗമാട്ടോ ഇത്. അവിടുത്തെ കൊത്തുപണികളും അവിടുത്തെ അലങ്കാരങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അൾത്താര കാണാനായിട്ട് പറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോയി. ഈ വത്തിക്കാൻ്റെ അകത്ത് നമുക്ക് കൊന്ത, അതുപോലെ തന്നെ ഹോളി വാട്ടർ, ഇതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്റ്റേഷനറി ഐറ്റംസ് കൊടുക്കുന്ന ഒരു കട പോലത്തെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ഒരു സ്റ്റോളുണ്ട്. അവിടെ പോയി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കൊന്തയും ഇതേപോലെ ഹോളി വാട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇത് പോകുന്ന വഴിക്കുള്ള വ്യൂസും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ അലക്സാണ്ടർ 7 മാർപ്പാപ്പയുടെ കല്ലറയാണ്. ആൾ പറഞ്ഞ് ഡിസൈൻ ചെയ്യിച്ച രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ അവിടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ മാർപ്പാപ്പന്മാരുടെ ലിസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന ലിസ്റ്റിൽ പത്രോസ് മുതൽ നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ വരെയുള്ളവരുടെ പേരും അവരുടെ വർഷങ്ങളും, അവർ എത്ര നാളുണ്ടായിരുന്നുള്ള ആ വർഷങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അവിടെ ഒരു ചെറിയൊരു സ്റ്റോൾ ഉണ്ടെന്ന്, ഈ ഹോളി ഐറ്റംസൊക്കെ വിൽക്കുന്ന ആ ഒരു സ്റ്റോളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ആട്ടോ ഇവിടെ. അത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചെറിയൊരു കൊന്തയ്ക്ക് പോലും 6 അല്ലെങ്കിൽ 8, 10, 12, 15 അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കൊന്തകളുടെ റേറ്റ് പോകുന്നത്. ഈ സെയിം കൊന്ത തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിസ്സാര പൈസയ്ക്ക് കിട്ടും. പക്ഷെ അത് ബസിലിക്കയുടെ അകത്തായതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. പക്ഷേ ഇതിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നമുക്ക് വത്തിക്കാനിൽ നിന്ന് ബ്ലെസ് ചെയ്ത് കിട്ടുന്ന ഐറ്റംസാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിനുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂല്യമാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കണ്ടതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഈ ലോർഡ് കൃഷ്ണയായിട്ട് സാമ്യമുള്ള പിക്ചർ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ കാണുന്നത്. അത് ലോർഡ് കൃഷ്ണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ, പക്ഷേ അതിനോട് സാമ്യമുള്ള ഒരു പിക്ചറാണ്. അത് നമ്മളിവിടെ കാണാനായിട്ട് പറ്റിയിട്ടോ. അങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉൾഭാഗമൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വേറൊരു ട്വിസ്റ്റ്, ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ്. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എക്സിറ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ആ സമയം എന്ന് പറയുന്നത് പോപ്പിന് പോകാനായിട്ടുള്ള ടൈമായിരുന്നു. ഓഡിയൻസിനെല്ലാം വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ടുള്ള ടൈമായിരുന്നു. അന്ന് ഈ വർഷം കല്യാണം കഴിഞ്ഞ കപ്പിൾസിനൊക്കെ സ്പെഷ്യലി പാപ്പ കണ്ട് അവരൊക്കെ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോപ്പ് പോകാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ പള്ളിയൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഞങ്ങൾക്ക് പോപ്പിനെ ഒന്നും കൂടെ കാണാനായിട്ടുള്ള അവസരം ലഭിച്ചു. ഒന്നും കൂടെ തൊട്ടടുത്തത് ഞങ്ങൾക്ക് പോപ്പിനെ കാണാൻ പറ്റി കേട്ടോ. ഇപ്പോൾ പോപ്പ് ആളുടെ വണ്ടിയിൽ കയറിയിട്ട് ആളുടെ റെസിഡൻസിലോട്ട് പോവാണ്. ആളുടെ ചുറ്റും ആളെ ഗാർഡ് ചെയ്തുകൊണ്ട് കുറേ ഇതുണ്ട് കേട്ടോ. ആളുടെ ബോഡി ഗാർഡ്സ് പോലെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഫുൾ ആൾ പോകുന്ന വഴിക്ക് ഫുൾ സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വൻ സുരക്ഷയിലാണ് നമ്മൾ പോപ്പിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. ഇത് ബെൻസിൻ്റെ ജിഗ് വാഗൺ എന്ന് പറയുന്ന മോഡലാട്ടോ. ഇത് പോപ്പിന് വേണ്ടി പ്രത്യേകം ആ ഒരു രീതിയിൽ രൂപകൽപ്പന ചെയ്തെടുത്തതാണ്. ആൾക്കിരിക്കാനായിട്ടുള്ള സ്പെഷ്യൽ ചെയറും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഇവിടുത്തെ സോൾജേഴ്സിനെ കാണാനായിട്ട് പറ്റും. അവരെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടോ. പക്ഷേ ആ ഒരു യെല്ലോ ആൻഡ് ബ്ലൂ ഡ്രസ്സിലുള്ള സോൾജേഴ്സ് ഇല്ലേ, അവർ ഇപ്പോൾ ഈ കാണുന്ന ആ ബിൽഡിങ്ങിന് തൊട്ടിപ്പുറത്തുള്ളടത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലെസ്ഡായിട്ട് തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. റോമിലെ വിശേഷങ്ങൾ ഇപ്പോഴും ഇവിടെ തീർന്നില്ല. ഇനി പുതിയ വിശേഷങ്ങളായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.